റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ഭക്ഷ്യവസ്തുക്കളിൽ കൃത്രിമ നിറങ്ങളുടെ ഉപയോഗം വ്യാപകം. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അളവിൽ കൃത്രിമ നിറങ്ങൾ ഉൾപ്പെടുത്തുന്നു. 3 മാസത്തിനിടെ കൊച്ചി നഗരത്തിൽ കണ്ടെത്തിയത് ഹാനികരമായ 53 സാമ്പിളുകളാണ്. മഞ്ഞ, ഓറഞ്ച് നിറങ്ങൾ നൽകുന്ന ടർട്രാസിന്റെ ഉപയോഗം അളവിൽ കൂടുതൽ. പഴംപൊരിയിലും ചിപ്സിലും വരെ ടർട്രാസിൻ ചേർക്കുന്നതായി കണ്ടെത്തൽ. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, ഈ പറയുന്ന പലഹാരങ്ങളൊക്കെ മലയാളികൾ ഒട്ടേറെ കഴിക്കുന്നതാണ്, നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. അതിൽ ഇത്തരത്തിലുള്ള മായങ്ങൾ ചേരുന്നു എന്നറിയുമ്പോൾ ചെറിയ ഭയമല്ല തോന്നുന്നത്? റോഷ്നി, കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം ഇതുവരെയുള്ള സംസ്ഥാന ഫുഡ് സേഫ്റ്റി വിഭാഗത്തിൻ്റെ പരിശോധന കണക്കും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ഫുഡ് സേഫ്റ്റി വിഭാഗം ഏപ്രിൽ മുതൽ ജൂലൈ വരെ പരിശോധിച്ചതിൻ്റെ കണക്കുമാണ് നമ്മളുടെ കയ്യിലുള്ളത്. ഇതിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം നിറങ്ങളുടെ ഉപയോഗം ഈ ബേക്കറി പലഹാരങ്ങളിലാണ് നിറങ്ങളുടെ ഉപയോഗം വ്യാപകമായി ഉള്ളത്. അതുമാത്രമല്ല, ബിരിയാണി, കുഴിമന്തി ഉൾപ്പെടെ എല്ലാത്തിലും ഇതുണ്ട്. ഇപ്പോൾ അത് ഈ ആകർഷകമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു ശീലമായി മാറിയിരിക്കുന്നു. വളരെ അപകടകരമായ ഒരു വസ്തുത ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടാട്രാസിൻ പൊതുവേ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഇതിന് നിയന്ത്രിതമായ അളവിൽ ചേർക്കാനുള്ള അനുവാദമുണ്ട്. പക്ഷേ അനിയന്ത്രിതമായ അളവിൽ ഇത് ചേർക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഈ ടാട്രാസിൻ്റെ കാര്യമാണെങ്കിലും ഇത് നിയന്ത്രിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുവാദമുണ്ട് എന്ന് പറയുമ്പോഴും എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന സാധനങ്ങൾ അത് ചേർത്തുകൂടാ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ചിപ്സ്, അതുപോലെ തന്നെ പക്കാവട, മിക്സ്ചർ, ഇതുപോലെ പഴംപൊരി ഉൾപ്പെടെ, പഴംപൊരിയിലൊക്കെ സത്യത്തിൽ നമ്മൾ പണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടാണ് പഴംപൊരിക്ക് ഇത്തിരി കളർ നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് കളർ അമിതമായി ചേർക്കുകയാണ്. അതാണ് മഞ്ഞ കളറിൽ പഴംപൊരിയൊക്കെ ഇരിക്കുന്നത്. ഈ പഴംപൊരി ഉൾപ്പെടെ, മിക്സ്ചർ ഉൾപ്പെടെ ഇത്തരം എണ്ണയിൽ പൊരിക്കുന്ന ഇത്തരം പലഹാരങ്ങളിൽ ഈ ടാട്രാസിൻ ചേർത്തുകൂടാ. അത് വിഘടിച്ച് ഇത് ശരീരത്തിന് ദോഷകരമാകുന്ന അവസ്ഥയിലേക്ക് വരും. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ ഇതൊക്കെ ഒരു കണക്കെടുത്ത് ഗൂഗിൾ അല്ലെങ്കിൽ നമ്മളിത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിയന്ത്രിതമായ അളവിൽ ചേർക്കാമല്ലോ എന്ന് പറയും. നിയന്ത്രിതമായ അളവിലല്ല, അനിയന്ത്രിതമായ അളവിലാണ്. അതുപോലെ തന്നെ സൺസെറ്റ് യെല്ലോ, കാർമോയിസിൻ, ബ്രില്യൻ ബ്ലൂ, ഇതിൻ്റെയൊക്കെ അളവ് പരിമിതമായ അളവിലല്ല ഉള്ളത്. ഇതിലൊക്കെ ചേർക്കാമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന അളവിൽ കവിഞ്ഞാണ് എല്ലാ പലഹാരങ്ങളിലും നിറം കിട്ടാനായി ഇതൊക്കെ ചേർത്തിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ടല്ലോ റോഷ്നി, ചില്ല് പെട്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചുമപ്പ് നിറത്തിലും ഓറഞ്ച് നിറത്തിലുമൊക്കെ ഇങ്ങനെ നിറം കൊണ്ട് നമ്മളെ ആകർഷിക്കുന്ന പലഹാരങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ പലഹാരങ്ങളുടെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും ഇത്തരം ആകർഷിക്കുന്ന രീതിയിൽ, ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ പലഹാരത്തിലൊക്കെ ചെറിയ രീതിയിൽ ഈ നിറമൊക്കെ ചേർക്കാമെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ ഇതിൻ്റെ അളവിൽ തോന്നും പടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ ഇത്തരത്തിൽ ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ മുഴുവൻ. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം, റോഡമിൻ ബിയുടെ അളവൊക്കെ ഉണ്ട്. ഇതിൻ്റെ വ്യക്തമായ കണക്ക് നമ്മളുടെ കയ്യിലുണ്ട് താനും. അതുമാത്രമല്ല, ഏറ്റവും അപകടകരമായ ഒരു കാര്യം കൂടിയുണ്ട് റോഷ്നി. ഈ പഠന റിപ്പോർട്ടിൽ ക്ലോർ പ്യൂരിഫസ് ഈഥൈൽ, കീടനാശിനിയിലൊക്കെ കാണുന്നതാണ്, അതിലൊക്കെ ഉപയോഗിക്കുന്ന അതിൻ്റെ അംശം വരെ ചില ഭക്ഷ്യവസ്തുക്കളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ ആരോഗ്യ വകുപ്പിന് കീഴിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത്തരത്തിലുള്ള പരിശോധനയുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത്, അവരുടെ റിപ്പോർട്ടിലുള്ളത്, പോയ ഒരു വർഷത്തെ സംസ്ഥാന ഫുഡ് സേഫ്റ്റി വകുപ്പിൻ്റെ റിപ്പോർട്ടിലും ഈ കഴിഞ്ഞ ഈ ജൂലൈ വരെയുള്ള എറണാകുളം ജില്ലയിലെ ഫുഡ് സേഫ്റ്റി വകുപ്പിൻ്റെ റിപ്പോർട്ടിലുമൊക്കെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ അനിയന്ത്രിതമായി ഭക്ഷ്യവസ്തുക്കളിൽ കളർ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൃത്യമായ ഒരു നിയന്ത്രണമില്ല, കൃത്യമായ മോണിറ്ററിംഗ് സംവിധാനമില്ല. ഫുഡ് സേഫ്റ്റി വകുപ്പ് ഇത്തരത്തിൽ പരിശോധന നടത്തി പിടിച്ചെടുക്കുന്ന റാൻഡം ആയിട്ട് പിടിച്ചെടുക്കുന്ന സാമ്പിളിൽ നിന്ന് മാത്രമാണ് ഇത് നമുക്കൊരു കണക്കെന്ന് പറയാൻ സാധിക്കില്ല. ഇത് പിടിച്ചെടുക്കുന്ന സാമ്പിളുകളിൽ നിന്ന് കണ്ടെത്തിയതിൻ്റെ കണക്കാണിത്. അങ്ങനെയെങ്കിൽ എത്തരത്തിലാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കളിൽ നിറം ആരോഗ്യകരമായ ക്യാൻസറിന് വരെ കാരണമാകുന്ന രീതിയിൽ, അനിയന്ത്രിതമായ അളവിൽ ആരോഗ്യത്തിന് ഇത്രത്തോളം ഹാനികരമാകുന്ന രീതിയിൽ ഇങ്ങനെ കളർ ചേർത്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനം കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യാത്തത് എന്നുള്ള ചോദ്യമാണ് റോഷ്നി ഇവിടെ ഉയരുന്നത്. ഇത് വലിയ പ്രശ്നം തന്നെയാണ് ലേബി. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് പലപ്പോഴും ഭക്ഷ്യവിഷബാധകൾ സംഭവിക്കുമ്പോൾ തിരക്കിട്ട അടിയന്തരമായ പല പരിശോധനകളിലേക്കും സർക്കാർ കടക്കുന്നതാണ് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ച. അത് ചിലപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ച് അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ മറ്റോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുമൊക്കെ ചെയ്യുമ്പോഴുള്ള സാഹചര്യം. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൽ കാലങ്ങളോളം കിടന്ന് വലിയ ഗുരുതര രോഗങ്ങളിലേക്ക് വരെ നയിക്കാവുന്ന ഇത്തരം കെമിക്കലുകൾ അതും ഭക്ഷണത്തിൽ ഉണ്ടെന്നറിയുമ്പോൾ ഞെട്ടലാണ്. ഉപഭോക്താക്കളെ വഞ്ചിക്കുകയാണ്.
തീർച്ചയായും റോഷ്നി, ഇത് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ നിറം കണ്ടാണ് പല ബേക്കറി പലഹാരങ്ങളും വാങ്ങി കഴിക്കുന്നത്. ഇത് റോഷ്നി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നമല്ല ഇതുണ്ടാക്കുക. ഇത് സ്ലോ പോയിസണിങ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത് ശരീരത്തിൽ ഇതിൻ്റെ അംശം കൂടിക്കിടന്ന് വലിയ മാരകമായ അവസ്ഥയിലേക്ക് ഇത് പോകും. തീർച്ചയായും ഇത്തരം കളറുകളൊക്കെ ഭക്ഷ്യവസ്തുക്കളിൽ നിയന്ത്രിതമായ അളവിലല്ല ചേർക്കുന്നത് എങ്കിൽ, അനിയന്ത്രിതമായ അളവിൽ ഇങ്ങനെ ചേരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അത് പിന്നീട് ഉണ്ടാക്കുക. അതുമാത്രമല്ല, ഇത്തരത്തിൽ നിറം ഭക്ഷ്യവസ്തുക്കളിൽ കലർത്താമെന്നുള്ള ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് മറികടന്നുകൊണ്ട് അതൊന്നും മോണിറ്റർ ചെയ്യാൻ സംവിധാനമില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അപകടകരമായ കാര്യം. ഈ നിറം ചേർക്കുന്നതിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഈ ഇന്ന ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് നമ്മൾ ജനറലായി പറയുന്നതിനപ്പുറം അതിനൊരു കൃത്യമായ അളവുണ്ട്. ഇപ്പോൾ ജിലേബിയിൽ, ലഡുവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഭക്ഷ്യവസ്തുക്കളിൽ അത് ഇത്രത്തോളം ചേർക്കാം, ഈ ഭക്ഷ്യവസ്തുക്കളിൽ ഇന്ന നിറം ഇത്രത്തോളം ഈ അളവിൽ ചേർത്താൽ അത് ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അതിലും എത്രയോ മടങ്ങാണ് നിറം കിട്ടാനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നതേയില്ല. ഇതിൻ്റെ അളവ് പരിശോധിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളുമില്ല. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പരിശോധന നടക്കുമ്പോഴോ അല്ലെങ്കിൽ പരാതി ഉയർന്നിട്ട് പരിശോധന നടത്തുമ്പോഴോ ഒക്കെ ഇത് ലാബിൽ വിട്ട് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ദിനംപ്രതി നമ്മളും നമ്മളുടെ കുഞ്ഞുങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം നിറത്തിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ എങ്ങനെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുമെന്ന് ചോദിക്കേണ്ടി വരികയാണ്. കൊച്ചി നഗരത്തിലെ അവസ്ഥ ലേബി പറഞ്ഞു കഴിഞ്ഞു. കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് ഭക്ഷണത്തിൽ കൃത്രിമ നിറം ചേർത്ത നിരവധി ഹോട്ടലുകൾക്കെതിരെ നടപടിയെടുത്ത ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ബിരിയാണി, ഇറച്ചി, മന്തി റൈസ് എന്നിവയിലാണ് കൃത്രിമ നിറം ചേർക്കുന്നതായി കണ്ടെത്തിയത്. കൃത്രിമ നിറം ചേർത്ത ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി. സാനിയോ മനോമി ചേരുകയാണ്. സാനിയോ, വലിയ പരിശോധനകളിലേക്കൊക്കെ കടന്നാൽ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരേണ്ടതുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിറം ചേർക്കേണ്ട ഭക്ഷണങ്ങൾ, ബിരിയാണി ആയാലും ഇറച്ചി, മന്തി റൈസ്, ഇവയിലൊക്കെ വ്യാപകമായി കൃത്രിമ നിറം ചേർത്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് റോഷ്നി ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ലേബി കൊച്ചിയിൽ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണ്. എല്ലാ ഭക്ഷ്യവസ്തുക്കളും, അതായത് ബിരിയാണിയിലൊക്കെ നിറം ചേർക്കുകയാണ്. കൂടാതെ മന്തി റൈസ്, പൊരിച്ച ചിക്കൻ, ഇതിലൊക്കെയും നിറം ചേർക്കുന്നതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസം കോഴിക്കോട് ജില്ലയിൽ നടത്തിയ 1300 പരിശോധനകളിൽ 471 സാമ്പിളുകൾ എടുത്തതിൽ അതിൽ 48 ഭക്ഷ്യവസ്തുക്കളും ഇത്തരത്തിൽ നിലവാരമില്ലാത്തവയാണ്, നിറം ചേർത്തവയാണെന്ന് കണ്ടെത്തി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോടെ ഭക്ഷണപ്രേമികളൊക്കെ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന പല ഹോട്ടലുകൾക്കെതിരെയും നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്.